ഹായ്, ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ യുകെ രാഷ്ട്രീയം ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനേക്കാളും കൂടുതൽ കലുഷിതമായ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ നമ്മുടെ കീർ സ്റ്റാർമറിന്റെ മന്ത്രിസ്ഥാനം ഠിം പൊട്ടിത്തെറിച്ചേക്കാം എന്നൊരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെയുള്ള പിടിവലികൾ, ചരട് നീക്കങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ഭയങ്കര രീതിയിൽ ശക്തമാവുന്നുള്ള ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പല ആൾക്കാരും അതിനകത്ത് തന്നെ ഉള്ള പല ആൾക്കാരും തന്നെ അവർക്ക് പ്രധാനമന്ത്രിയാകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പല ആൾക്കാരും രാജിവെച്ചിരിക്കുന്നു, വേറെ പാർട്ടിയിലോട്ട് പോകുന്നു. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ലോക്കൽ ഇലക്ഷൻ കഴിഞ്ഞ് ജനറൽ ഇലക്ഷൻ വരുന്നുള്ളൂ. ലോക്കൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാതെ ഒരു പൊട്ടൽ പൊട്ടി. അവർ പോലും പ്രതീക്ഷിക്കാതെ ഒരു പൊട്ടൽ പൊട്ടി. അത് മാത്രമല്ല, റീഫോം പാർട്ടി പ്രതീക്ഷിക്കാത്തൊരു വിജയം അവർ കൈവരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ലേബറിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് പോയി. ചിലർ രാജിവെച്ച് സ്വന്തമായി പോയി, ഒരു പാർട്ടിയില്ലാതെ. ചിലർ നല്ല രീതിയിൽ വേറെ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കീർ സ്റ്റാർമർക്കെതിരെ ഉള്ള ചർച്ചകളാണ് പാർട്ടിയിൽ തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഒരു ലിബറൽ ഇലക്ഷൻ നടത്തണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതായത് പാർട്ടിക്കകത്ത് തന്നെ ഒരു ഇലക്ഷൻ. ഇവിടെ നമ്മുടെ ഹോം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ അവരുണ്ട്, മറ്റു മന്ത്രിമാർ, ഇവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തണമെന്നും പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാര്യം ഇനി വിജയിച്ച് ഇനി പറയുന്ന പോലെ ഷബാന മുഹമ്മദ് വല്ലതും മന്ത്രിയായി കഴിഞ്ഞാൽ, പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുൻപോട്ട് ഇത് നീണ്ടു പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. കാരണം ഇനി മുൻപോട്ട് ഇപ്പോൾ ഈ പറഞ്ഞ PR കേസിലൊക്കെ തിരിച്ച് കിട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് കെ സ്റ്റാമറിൻ്റെ കാര്യം കുറച്ച് ഇങ്ങനെ ലേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്. കാരണം അടുത്ത് പിന്നെ നമുക്ക് അറിയാമല്ലോ, ഇതൊന്നും ആയില്ലെങ്കിൽ ഇനിയിപ്പോൾ റീഫോം പാർട്ടിക്കാനും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളത്തെ കേസ് എന്താകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ലേബർ പാർട്ടിയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള അടി അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കിങ്സിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഇമിഗ്രേഷനും പോലീസ്, സെക്യൂരിറ്റി, NHS, ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെ പറ്റി, ഫണ്ടിനെ പറ്റിയെല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്താകുന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനകത്ത് ഇമിഗ്രേഷൻ്റെ കേസിലും ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പുള്ള കാര്യമല്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ നല്ലതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇതിനെതിരെ പിന്നെ പ്രതിഷേധങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ കോർട്ടിൽ പോകാത്ത സംഭവങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. അതൊക്കെ ആഫ്റ്റർ എഫക്റ്റ്. പക്ഷേ ഇത് സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാധിക്കും. പിന്നെ അതിന് പുറകെ പോക്കെന്നൊക്കെ പറഞ്ഞ് എത്ര പേര് പോകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വരാതെ നോക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് അതിനുള്ളൊരു മനസ്സ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം ഇത് മുന്നോട്ട് പോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന കെ സ്റ്റാർ തന്നെ മുൻപോട്ട് ഇങ്ങനെ ഭരണം കുറച്ചാളെങ്കിലും തുടരുന്നതായിരിക്കും ബെസ്റ്റ്. ഇപ്പം ഇവർ തന്നെ ഇപ്പം നോക്കിയിട്ട് പുള്ളിയെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പുള്ളിയെ കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ സംസാരം. അതായത് പറഞ്ഞ കാര്യങ്ങളൊന്നും വാക്ക് വലിക്കുന്നില്ല എന്നുള്ള അവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായി. വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അവരിപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാരെല്ലാം വേറെ വേറെ പാർട്ടിയിലോട്ടെല്ലാം പോവാണ്. കുറേ പേരെ രാജിവെച്ച് പോയി, ഒരു പാർട്ടിയും ഇല്ലാതെ രാജിവെച്ച് പോയി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലിപ്പോൾ സീമനെ തിരഞ്ഞെടുത്തല്ലോ. അപ്പോൾ അതിന് മുന്നേ എന്തുവായിരുന്നു, ഒരു കസേരയ്ക്ക് വേണ്ടി 3 പേര് കിടന്ന ഓട്ടമില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു UK രാഷ്ട്രീയത്തിൽ ഒരു ഇലക്ഷൻ, ലേബർ പാർട്ടിക്കകത്ത് തന്നെ ഒരു ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വരുന്ന നാൾ വരെ ആരിനി പ്രധാനമന്ത്രിയാകണമെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ആണ് ഇവിടെ അടിക്കുന്നില്ല കേട്ടോ. പുള്ളി പറഞ്ഞ് ഞാൻ രാജിവെക്കൂലെന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാജിവെക്കൂല, ഞാനെ തന്നെ തുടരും, പ്രധാനമന്ത്രിയായിട്ട് തുടരും, ഞാൻ രാജിവെക്കില്ല, ഞാനതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള മന്ത്രിമാർക്കൊന്നും താല്പര്യമില്ല, പുള്ളിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇരിക്കാൻ ഇപ്പോൾ ഇലക്ഷൻ വന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ഷബാന ഖാനും വന്നു കഴിഞ്ഞാൽ അവസ്ഥ ചിലപ്പോൾ നേരെ തിരിയും. കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ടപ്പേന്ന് നടത്താനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്, ടപ്പേന്ന് നടത്താൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് എന്താണെന്നറിയില്ല. പിന്നെ അടുത്ത റീഫോം വന്നാൽ അറിയാമല്ലോ. റീഫോം ഇപ്പോൾ എല്ലാവരും അറിയാം, തൂത്തുവരി. ഇപ്പോൾ ഈ ലോക്കൽ ഇലക്ഷൻ കണ്ടില്ലേ നമ്മൾ, ഭയങ്കര തോൽവിയാണ് ലേബർ പാർട്ടി പല ഏരിയകളിലും അവരുടെ ലേബറിൻ്റെ കോട്ട വരെ അടിച്ചു ചേർത്ത് റീഫോം പാർട്ടി കയറി. അതിനകത്ത് ഇപ്പോൾ റീഫോം തന്നെ അതിശയിച്ച് പോയി. ഇത്രയും ഒരു വിജയം അവർ വിജയിക്കുന്ന പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇനി PR കിട്ടുമോ, അല്ലെങ്കിൽ PRൻ്റെ കേസ് നിലവിലുള്ളവരെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല.
ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായി, ഇതൊക്കെ പറയുകയും വെറുക്കുകയും നിവേദനം കൊടുക്കുകയും മറ്റേത് ചെയ്തു, നമ്മൾ ഓൺലൈൻ മെയിൽ വഴി നമ്മൾ സൈൻ ചെയ്ത് അയച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും ഇവർ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പം എന്താണെന്നുള്ള അറിയില്ല അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോക്കെന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ്. മനസ്സിലായില്ലേ? അപ്പം അതിലോട്ട് എത്താതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ അതുകൊണ്ട് റീഫോം പാർട്ടിക്ക് അധികം നാളില്ല പ്രൈം മിനിസ്റ്ററിലേക്ക് അവർക്ക് എത്താനായിട്ട്, അധികം നാളില്ല. ഇപ്പോൾ 2026 29 എന്ന് പറഞ്ഞാൽ 3 വർഷമേ ഉള്ളൂ. അതൊക്കെ ശൂക്കം അങ്ങ് പോവും. ജനറേഷൻ നടക്കും. വീണ്ടും ലേബറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഉള്ളത് തന്നെ റീഫോം വരും. റീഫോം വന്നു കഴിഞ്ഞാൽ അതുവരെ ഉള്ളവർക്കെല്ലാം ഇവിടെ കൊടുക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുവരെ ആ സമയം വരെ എത്തിയവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ PR കൊടുക്കുമോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ പറയും മിഡിൽ ഈസ്റ്റിലെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ പോലെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പഴയത് ഞാൻ ചെക്ക് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പഴയതായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നോക്കുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് PR-ൻ്റെ കാര്യത്തിലൊക്കെ ഇനി മുൻപോട്ട് ഭയങ്കര അനിശ്ചിതത്വമാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതിങ്ങനെ നീണ്ടുപോയാൽ നല്ലത്, ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധം നടത്തിയാൽ നല്ലത്. എന്തായാലും മറ്റൊരു കാര്യം ഞാൻ പറയാം, പലയിടങ്ങളിലും നമ്മുടെ ഗ്രീൻ പാർട്ടി അടിച്ചു കയറുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല സ്ഥലങ്ങളിലും ഗ്രീൻ പാർട്ടി കയറുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റിഫോമാണ്. പക്ഷേ എങ്കിൽ പോലും ഗ്രീൻ പാർട്ടി പലയിടത്തും നല്ല വിജയം വരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഇമിഗ്രേഷൻസിന് വേണ്ടിയുള്ള പാർട്ടിയാണ്, കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്. അവർ പലയിടത്തും അടിച്ചു കയറുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അവർ മുന്നിലല്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന റീഫോമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കാര്യം വേണ്ട ഇപ്പോൾ ഏറ്റവും അത് നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് റീഫോം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗ്രീൻ പാർട്ടിയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മുൻപോട്ട് ഇത് അനിശ്ചിതത്വം കുറച്ച് നീണ്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? ഇങ്ങനെ അങ്ങ് പോകുകയാണെങ്കിൽ അത്രയും നമുക്ക് ഓരോ വർഷം ഇതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടും. അങ്ങനെ വന്ന് ആ സമയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. PR ആകാത്തവർക്ക് ആ ഒരു ടൈം പീരീഡിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുത്ത് വരികയോ തുറക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കേസ് മറ്റേനൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ബാധകമാകും എന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷെ അതൊക്കെ രണ്ടാമത്തെ കേസാണ്. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഹെയർസാമറിൻ്റെ ഈ സംഭവം, പുള്ളിക്കാരൻ്റെ ഈ എന്താണ് പ്രധാനമന്ത്രി പദം കുറച്ച് നീണ്ടു പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.